So back to what I was saying. Could be us. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഐബിസ് പെയിൻറ്റിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെയായിരുന്നു നമ്മൾ നിർത്തിയിരുന്നത്. ഇനി നമുക്ക് വീണ്ടും വരയ്ക്കാൻ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ അണ്ടു റീഡുവിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും അറ്റത്ത് കാണുന്ന അതാണ് അണ്ടു. ഞാൻ എന്തായാലും വരച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ അണ്ടു ആയിട്ടുണ്ട്. റീഡു അതിൻ്റെ അപ്പുറത്തെ ടൂളാണ്. അതുപോലെ നിങ്ങൾക്ക് 2 ഫിംഗർ വെച്ച് ടാപ്പ് ചെയ്താൽ അണ്ടു ആവുന്നതാണ്. അതുപോലെ തന്നെ 3 ഫിംഗർ വെച്ച് നിങ്ങൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ റീഡു ആവുന്നുണ്ട്. അതിൻ്റെ സെറ്റിങ്സ് നിങ്ങൾക്ക് അനേബിൾ ആക്കണം, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ റീഡു ആയിട്ടുണ്ട്. വീണ്ടും അണ്ടു, 3 ഫിംഗർ വെച്ച് റീഡു. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഇനി അടുത്ത് സെലക്ഷൻ്റെ എഡിറ്റ് ചെയ്യാനുള്ള ടൂളാണ്. അതിനു മുമ്പ് താഴെ നമ്മുടെ ബ്രഷിൻ്റെ ടൂൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ ബ്രഷിൻ്റെ ടൂൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൽ ഓരോ ടൂൾ നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് ട്രാൻസ്ഫോം. അവിടെ നമുക്ക് വരച്ച സാധനങ്ങൾ ക്യാൻവാസിൻ്റെ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. അടുത്ത പെർസ്പെക്റ്റീവ് ഫോമാണ്. അത് നമുക്ക് അതിൻ്റെ സൈസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അടുത്ത മെഷ് ഫോം ഉണ്ട്. അത് നമുക്കത് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ ടിക്ക് അടിച്ച് നിങ്ങൾക്ക് റെഡിയാക്കാം. ഞാൻ ഇവിടെ ഇൻറ്റു അടിച്ച് കളയുകയാണ്. അടുത്ത ടൂള് നമുക്ക് മാജിക് വാൻഡാണ്. അത് ഒരു പ്രത്യേക കളറിലുള്ള സാധനം സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ ഗ്രീനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആഡ് കാണാം. അത് സെലക്ഷൻ കൂട്ടാൻ, പിന്നെ സബ്സ്ട്രാക്റ്റ് സെലക്ഷൻ കുറയ്ക്കാനാണ്. ഇൻവേർട്ട് സെലക്ഷൻ ഏരിയ കൊടുക്കുമ്പോൾ അത് ക്യാൻവാസ് മൊത്തം സെലക്ഷനിൽ വരുന്നുണ്ട്. പിന്നെ സെലക്ഷൻ റിമൂവ് ചെയ്യാൻ റിമൂവ് സെലക്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ഷൻ റിമൂവ് ആയിട്ടുണ്ട്. ഞാൻ വേറൊരു കളറിലൊരു സാധനം വരച്ച് നോക്കാം. നമുക്ക് അത് സെപ്പറേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാൻ ബ്രഷ് എടുക്കുകയാണ്, വരച്ചിട്ടുണ്ട്. ഇനി വീണ്ടും മാജിക് വാൻഡ് എടുക്കുന്നു. അപ്പോൾ അതിൽ ഞെക്കിയപ്പോൾ അത് മാത്രം സെപ്പറേറ്റ് സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഗ്രീൻ ഞെക്കിയപ്പോൾ വീണ്ടും അതും സെലക്ട് ആയിട്ടുണ്ട്. റിമൂവ് സെലക്ഷൻ കൊടുക്കുന്നു. അടുത്ത് നമ്മൾ ലാസോയാണ്. അതൊരു സാധനം നമുക്കിങ്ങനെ വരച്ച് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതിവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഞാൻ അത് സെലക്റ്റായ സാധനം മാത്രം നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിനി എന്ത് വരച്ച് കഴിഞ്ഞാലും ആ സെലക്ഷനിലുള്ളിൽ മാത്രമേ വരികയുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ബ്രഷ് എടുത്ത് വരയ്ക്കുകയാണ്. ഇപ്പോൾ ആ സെലക്ഷൻ്റെ ഉള്ളിൽ മാത്രം വന്നിട്ടുണ്ട്. ഇത് വളരെ ഉപകാരപ്രദമാകുന്നൊരു ടൂളാണിത് നമുക്ക്. അപ്പം ഞാൻ കണ്ടുപിടിച്ച് കളയുകയാണ്. വീണ്ടും ലാസോ സെലക്ട് ചെയ്യുന്നു, റിമൂവ് സെലക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ സെലക്ഷൻ പോകുന്നതാണ്. നമുക്കിനി ഫിൽറ്റർ. നമുക്ക് ഫിൽറ്ററിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മൾ ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഉള്ള കൂട്ട് ഫിൽറ്ററുകളാണിത്. ഇഷ്ടംപോലെ ഫിൽറ്ററുണ്ട്. നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അടുത്ത ബ്രഷാണ്. ബ്രഷ് എല്ലാവർക്കും അറിയാമായിരിക്കും. അതുപോലെ ഇറേസർ. അത് കഴിഞ്ഞ് സ്മഡ്ജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്മഡ്ജിന് ഇവിടെ കുറേ ബ്രഷുകളുണ്ട്. അപ്പം ഞാനിതിലൊരു ബ്രഷ് സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ സ്മഡ്ജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ലയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഞാൻ ബ്രഷ് ഒന്ന് മാറ്റുകയാണ്. വിവിധ തരത്തിൽ നമുക്ക് സ്മഡ്ജ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ബ്രഷ് എടുക്കുന്നു. സൈസ് ഞാനൊന്ന് കൂട്ടുന്നു. ഇവിടെ സ്മഡ്ജ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സ്മഡ്ജ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ബ്രഷ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. അപ്പോൾ ഞാനെല്ലാം അടിച്ച് കളയുകയാണ്. ഇനി അടുത്ത ടൂളാണ് ബ്ലർ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഫോട്ടോയൊക്കെ ബ്ലർ ചെയ്യുന്നതാണ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ. അതുപോലെ തന്നെയാണ് ഇതും.
നമ്മൾ ചെറിയൊരു സ്റ്റക്ക് ഉണ്ടാവും, ചില മൊബൈലുകളിൽ സ്റ്റക്ക് വരാൻ സാധ്യതയുണ്ട്. ഞാൻ ബ്ലർ ചെയ്യുമ്പോൾ ഇച്ചിരി ലാഗ് വരുന്നുണ്ട്, പക്ഷെ അത് ബ്ലറാവുന്നുണ്ട്. നമ്മൾ കുറേ ബ്ലർ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബ്ലറാവാൻ സാധ്യതയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഇപ്പോൾ കുറേ നേരം സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ റെഡിയായി. അപ്പോൾ നമുക്ക് അങ്ങനെ ബ്ലർ ചെയ്യാം. അടുത്ത ടൂളാണ് ബക്കറ്റ്. ബക്കറ്റ് എല്ലാവർക്കും അറിയാം, നമുക്ക് ബക്കറ്റ് ഫില്ലാണത്. നമ്മളൊരു കളർ സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതവിടെ ഫുള്ള് ഫില്ലായിട്ടുണ്ട്. താഴെ ഗ്യാപ്പ് റെക്കഗ്നീഷനുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് ഫില്ലാകും. അടുത്ത ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം ടെക്സ്റ്റ് കൊടുക്കുക, സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ടെക്സ്റ്റിന് താഴെ നമുക്ക് എന്ത് വേണമെങ്കിലും അടിക്കാം. പിന്നെ ആ ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കുറേ സംഭവങ്ങളുണ്ട്. ഫോണ്ടുണ്ട്, ടെക്സ്റ്റിൻ്റെ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം, വലുതാക്കാം, ചെറുതാക്കാം. പിന്നെ സ്റ്റൈൽ സ്ട്രോക്ക് നമുക്ക് കൊടുക്കാം, സ്ട്രോക്കിൻ്റെ കളറ്, ടെക്സ്റ്റിൻ്റെ കളറ്, അങ്ങനെ 2-3 ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം ടെക്സ്റ്റിന് വരുന്ന മാറ്റങ്ങൾ. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ കളർ ഞാൻ മാറ്റുമ്പോൾ കളർ മാറുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിന് ഞാൻ അടിയിൽ ഒപാസിറ്റി കുറഞ്ഞ് കിടക്കുന്നത് അതൊന്ന് കൂട്ടിയിടുകയാണ്, ബ്ലാക്ക് കളർ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പേസിങ് നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ടിക്ക് കൊടുക്കാൻ മേലെ. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് വളരെ ചെറുതായിട്ടുണ്ട്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ വലിച്ചു കഴിഞ്ഞാൽ നീളം കൂട്ടി കിട്ടും. അതിന് താഴെ എഡിറ്റിൻ്റെ ഒരു പേന പോലത്തെ ഇത് കാണാം. അവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ സൈസ് കുറവാണെങ്കിൽ കൂട്ടാം. സൈസിൽ കൂട്ടി ഞാൻ വളരെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഭയങ്കരമായിട്ടും വലുതായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം. ഞാൻ അടിച്ച് കളയുകയാണ്. അടിച്ചെല്ലാം കളഞ്ഞു. ഇനി ഫ്രെയിം ഡിവൈഡർ, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനൊരു ആഡ് ഫ്രെയിം കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ബോർഡർ കൊടുക്കുന്നതാണ്. നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന പോലെ ഒരു ബോർഡർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന തിക്നെസ് കൂട്ടിയപ്പോൾ ബോർഡർ ഇവിടെ കൂടിയിട്ടുണ്ട്. വെർട്ടിക്കലായിട്ട് അതിൻ്റെ ഇത് നോക്കാം, ഹൊറിസോണ്ടലായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. താഴെ ബോർഡർ കളറുണ്ട്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അത് ജസ്റ്റ് ഫ്രെയിം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇതാണ് ഫ്രെയിം ഡിവൈഡർ. അപ്പോൾ അതും ഞാൻ അടിച്ച് കളഞ്ഞു. ഇനി ഐ ഡ്രോപ്പർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് ഒരു കളർ സെലക്ട് ചെയ്യാനുള്ള സംഭവമാണ്. ഞാനിവിടെ ഐ ഡ്രോപ്പർ സെലക്ട് ചെയ്തിട്ട് ആ റെഡിൽ ഞെക്കിയപ്പോൾ താഴെ റെഡ് കളറായിട്ടുണ്ട്. ഗ്രീൻ ഞെക്കിയപ്പോൾ താഴെ ഗ്രീൻ കളറായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് കളറാണോ വേണ്ടത് അതിലിങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ ഡ്രോപ്പർ തന്നെ കിട്ടും. ക്വിക്ക് ഐ ഡ്രോപ്പർ എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ചെയ്യണം. ഇവിടെ ഞാൻ അപ്പോൾ അടുത്തത് ക്യാൻവാസാണ്. അത് നിങ്ങൾക്ക് ക്യാൻവാസിൻ്റെ സൈസ് പിന്നെ റേഷ്യോയും അതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ ഞാൻ സൈസ് നമ്മൾ ആദ്യം കൊടുത്ത സൈസ് ഇവിടെ ആയിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ മാറ്റിക്കൊടുക്കാം. അപ്പോൾ അതാണ് ആദ്യത്തേത്. അടുത്ത ട്രിമ്മ് നമുക്കറിയാം ക്രോപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് ക്യാൻവാസ് ക്രോപ്പ് ചെയ്തെടുക്കാം. അത് ഞാൻ എക്സ് അടിക്കുന്നു. പിന്നെ റീസൈസ്, അത് നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ കുറച്ചും കൂടെ സെറ്റിങ്സ് ഉണ്ടെന്നുള്ളൂ. പിന്നെ ക്യാൻവാസ് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീണ്ടും എടുക്കുകയാണ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനും. റൈറ്റിലേക്ക് റൊട്ടേറ്റ് ആയിട്ടുണ്ട്. വീണ്ടും ക്യാൻവാസ് എടുക്കുന്നു, അൺഡു ചെയ്യുന്നു. പിന്നെ നമുക്ക് നമ്മുടെ സെറ്റിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഗസ്റ്ററിൽ 4 സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ 4 ഉറപ്പായിട്ട് എനേബിൾ ചെയ്തിടണം. അൺഡു 2 ഫിംഗർ ടാപ്പ്, അൺഡു റീഡു 3 ഫിംഗർ ടാപ്പ്, അതൊക്കെയാണ് ആദ്യം പറയുന്നത്. പിന്നെ എക്സ്ട്രാക്ട് ഡ്രോയിങ് ആഫ്റ്റർ ഇമ്പോർട്ട്, അത് നമ്മൾ ഏതെങ്കിലും ഒരു പടം ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടാരെ. അതുപോലെ തന്നെ അൺഡു ചെയ്യുമ്പോൾ മെസ്സേജ് വരുന്നതും അതൊക്കെ നല്ലതാണ്. നമ്മൾ അറിയാതെ എങ്ങാനും അൺഡു ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മേലെ മെസ്സേജ് വരുമ്പോൾ. അപ്പോൾ സെറ്റിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ
താഴത്തെ ടൂളുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് മേലെ നേരത്തെ പോയടുത്ത് തന്നെ പോകാം. അപ്പം ഞാൻ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യാണ്. ഇനി നമുക്ക് മേലെ നിന്ന് സെലക്ഷൻ ടൂൾ, ആദ്യത്തെ റിമൂവ് സെലക്ഷൻ ഏരിയ റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ സെലക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇൻവേർട്ട് സെലക്ഷൻ ഏരിയ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ക്യാൻവാസ് മൊത്തം സെലക്ഷനിൽ വരുന്നുണ്ട്. ഞാൻ അൺഡു ചെയ്തു. ഇനി ക്ലിയർ ലെയർ, നമ്മൾ സെലക്ട് ചെയ്ത സാധനം ക്ലിയർ ആവും, അത് മാത്രം ക്ലിയർ ആവും. ഇനി ഒബാസിറ്റി, സെലക്ട് ഒബാസിറ്റി, അത് നമുക്ക് സെലക്ട് ചെയ്ത് അതിൻ്റെ മാത്രം ഒബാസിറ്റി കുറയ്ക്കാൻ നമ്മൾ ലെയറിൽ പോകുക. താഴെ നമ്മൾ ഒബാസിറ്റി കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒബാസിറ്റി കുറയുന്നുണ്ട്. അടുത്ത കട്ട്, അത് നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് പേസ്റ്റ് ചെയ്യാം. വേറെ ലെയറിലോ അല്ലെങ്കിൽ അതേ ലെയറിലോ നമുക്ക് പേസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം ഞാൻ സെലക്ഷൻ കളഞ്ഞിട്ട് വേറെ ലെയറിലേക്ക് മാറ്റുകയാണ്. ഒന്നാമത്തെ ലെയറിലാക്കി ഇനി വീണ്ടും അവിടെ പോയിട്ട് പേസ്റ്റ് നമുക്ക് അടിയിൽ കാണാം. പേസ്റ്റ് ഞാൻ ഞെക്കി, ഇപ്പോൾ ഇതാ പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്ഫോമിൻ്റെ ടൂൾ വരുന്നുണ്ട്, നമ്മൾ ടിക്ക് കൊടുക്കുക. ഇനി നമുക്ക് ഒന്നും കൂടെ അത് സെലക്ട് ചെയ്തിട്ട് കട്ടിൻ്റെ അപ്പുറം കോപ്പി ഉണ്ട്, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 എണ്ണം വരും. കട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് പോയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ വേറെ ലെയറാക്കിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും, അല്ല നമുക്ക് അതേ ലെയറിലായാലും മതി. നമ്മൾ എന്നിട്ട് വീണ്ടും പോയിട്ട് പേസ്റ്റ് അടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മേലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ട്രാൻസ്ഫോം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ 2 എണ്ണം ആയിട്ടുണ്ട്. അതിൻ്റെ അതേ കോപ്പി, ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ചെയ്യുന്ന പോലെ, ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ റിമൂവ് കൊടുത്തു. അപ്പോൾ ആ ടൂൾ നമ്മളെല്ലാം കഴിഞ്ഞു. ഞാൻ വീണ്ടും ബ്രഷ് എടുക്കുകയാണ്. അടുത്തത് നമ്മൾ ഒരു ബ്രഷിനെ എഡിറ്റ് ചെയ്യാനുള്ള സാധനമാണ്. അവിടെ താഴെ നമുക്ക് ഫോസ്ഫൈഡ് കാണാം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു, നമ്മളൊരു ബ്രഷ് വരയ്ക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിലും എൻഡിലും ഇങ്ങനെ കൂർത്തൊക്കെ നിൽക്കാൻ വേണ്ടിയുള്ള ഇതാണ്. നിങ്ങൾക്ക് അടിയിൽ ഷേപ്പ് ഓഫ് ഫെയ്ഡ് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ കൂർത്ത് നിൽക്കാനും പിന്നെ കുറച്ച് കൂർമനെ കുറഞ്ഞിട്ടൊക്കെ നിൽക്കാനുമുള്ള സെറ്റിങ്സൊക്കെ ഉണ്ട് താഴെ. റിയൽ ടൈം ആഫ്റ്റർ, നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വരയ്ക്കുന്നതിൻ്റെ ഒപ്പമൊക്കെ അങ്ങനെ കൂർത്ത് വരാനാണ്. അടുത്ത നമ്മൾ റൂളേഴ്സാണ്, സ്കെയിലുകൾ. അപ്പോൾ അതാ ഞാൻ സ്ട്രെയിറ്റ് റൂളർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബ്രഷ് എടുത്തിട്ട് വരച്ചു നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ കാണാം നമ്മൾ ആ റൂളർ എങ്ങനെയാണോ വെച്ചാൽ ആ ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ആ റൂളറിൻ്റെ 2 മേലും താഴെ നിങ്ങൾക്ക് കാണാം ഓരോ ഡോട്ട്. അത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് റൂളറിൻ്റെ ഡയറക്ഷൻ തിരിക്കാം. അതുപോലെ ഞാൻ കളറൊന്ന് മാറ്റിയിട്ട് ഞാൻ വരച്ചു നോക്കുകയാണ്. വീണ്ടും ഞാൻ ഡയറക്ഷൻ മാറ്റുന്നു. ഇങ്ങനെ നമുക്ക് ലൈൻസ് സിമ്പിളായിട്ട് വരയ്ക്കാം. ഇനി നമുക്ക് സർക്കിൾ ടൂളുണ്ട്. അതിൻ്റെ സർക്കിളിൻ്റെ സൈസ് നമുക്ക് അവിടെ ഒരു ചെറിയ സർക്കിൾ ഉണ്ട്, അത് വെച്ച് ഡ്രാഗ് ചെയ്താൽ കിട്ടും. നമ്മൾ വരച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ വന്നിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനാവും. ഞാൻ എല്ലാം ഒന്ന് അണ്ടു അടിച്ച് കളഞ്ഞിട്ട് ക്ലിയർ ആയിട്ടുള്ള ക്യാൻവാസ് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ക്ലിയർ ലെയർ നിങ്ങൾ മറന്നു പോയെങ്കിൽ ഒന്നും കൂടെ കാണിച്ചു തരാം. എന്താ, ലെയർ എടുക്കുക, സൈഡിൽ ക്ലിയർ കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഞാൻ റൂളർ എടുക്കുകയാണ്, സ്കെയിൽ സ്ട്രെയിറ്റ് അപ്പം ഇങ്ങനെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഞാൻ സർക്കിൾ എടുക്കുന്നു. സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ, ഞാൻ വലുതാക്കുന്നു, ചെറുതാക്കുന്നു. സർക്കിൾ വരച്ചു, കുറച്ചും കൂടെ വലിയ സർക്കിൾ, നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള സർക്കിളൊക്കെ വരയ്ക്കാം. അടുത്ത് ഞാൻ ഓവലാണ്. ഓവൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ നമുക്ക് സ്ഫിയർ വരയ്ക്കാൻ സാധിക്കും. ഇതാ ഞാനിവിടെ ഓവൽ വരച്ചു, വീണ്ടും വേറൊരു രീതിയിലുള്ള ഓവൽ വരയ്ക്കുന്നു. അങ്ങനെ നമുക്ക് വരയ്ക്കാം. അടുത്തത് ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന ഒരു ടൂളാണ്. അത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. നമ്മൾ സൂര്യനൊക്കെ വരയ്ക്കുമ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം നമ്മളത് വരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് ലൈൻസ് വരുള്ളൂ. ഇതിൻ്റെ പ്രത്യേകിച്ച് ഡയറക്ഷൻ മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ അത് അത്രയേ ഉള്ളൂ ആ ടൂള്. അതിൻ്റെ താഴെ
സൈമെട്രി റൂളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ആ ടൂൾ എടുത്തപ്പോൾ നിങ്ങൾക്കൊരു ഞാൻ മറ്റേ റൂളർ ഓഫാക്കുകയാണ്. അപ്പോൾ സൈമെട്രി റൂളേഴ്സിൽ നമ്മൾ മിററാണ് ആദ്യം എടുത്തത്. സൈമെട്രി റൂളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിററാണ്. അപ്പോൾ നമ്മൾ താഴെ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ മേലെ അതേപോലെ തന്നെ വരും. അപ്പം അങ്ങനെ വരുന്നുണ്ട്. അടുത്ത റൂളർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പാറ്റേണൊക്കെ വരയ്ക്കാൻ. അപ്പം ഇത് ഇച്ചിരി സ്റ്റക്കാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതെല്ലാം അങ്ങനെയുള്ള ടൂളുകളാണ്, മിററുകളാണ്. നമുക്ക് ഈസി ആയിട്ട് പാറ്റേണുകളൊക്കെ വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ അത്രയേ ഉള്ളൂ, റൂളേഴ്സ് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നമ്മൾ ഒരു ഇമേജിൻ്റെ ഏറ്റവും അറ്റത്ത് കാണാൻ, അത് നമുക്ക് ഓൺലൈനായിട്ട് ഇമേജുകൾ ഇമ്പോർട്ട് ചെയ്യാനുള്ളതാണ്. അതിന് നെറ്റ് വേണം. അപ്പോൾ അത് നിങ്ങൾ നെറ്റ് വെച്ച് നോക്കുക. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഐബിസ് പെയിൻറ്റിൻ്റെ എല്ലാ ടൂൾസുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നേരത്തെ ചെയ്തപോലെ ബാക്ക് ടു ഗ്യാലറി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐബിസ് പെയിൻറ്റിനെ കുറിച്ച് എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തായാലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഐബിസ് പെയിൻറ്റിൻ്റെ കുറേ ട്യൂട്ടോറിയൽസ് ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഡെയിലി അപ്ലോഡ്സാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോസ് ഉറപ്പായിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.